ഹായ് everyone, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നസറുദ്ദീൻ ഷാ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ വണ്ണപ്പുറത്താണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് എന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ അലൻ്റെ വണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അലൻ ഒരുപാട് ആഗ്രഹത്തോടു കൂടി വാങ്ങിയ BMRൻ്റെ എന്താ പറയുക താക്കോൽ ഇന്ന് കൈമാറുകയാണ്. വണ്ടി കണ്ണൂർക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങളോട് എത്തിക്കണേ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അലൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. എൻ്റെ പുറകിൽ നേരെ കാണുന്ന അലൻ്റെ വീടാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് വണ്ടി ഇട്ടുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഇനി ഇങ്ങോട്ട് തിരിയുകയാണെങ്കിൽ പുറകിലായിട്ടൊരു അടിപൊളി മലയൊക്കെ നമുക്ക് കാണാം കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ അതെ അതാണ് നമ്മുടെ വണ്ടി. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ള അലൻ്റെ സ്വന്തം ബൂമ്പയുടെ സ്വന്തം ഒഫൻഡർ. അപ്പോൾ വണ്ടി ഇന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ കൂത്തുപറമ്പിലേക്കാണ്. അപ്പോൾ വണ്ടിയുടെ എഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ എഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടി കൈമാറാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ആ കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷമാണ്. അതുപോലെ തന്നെ മറ്റേ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് സന്തോഷമുള്ളൊരു നിമിഷം കൂടിയാണ്. എന്തായാലും നമുക്ക് കാഴ്ചകൾ കാണാം. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നല്ല ഭംഗിയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. അതെ, ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. രാവിലെ തൊട്ട് വണ്ടി കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടേക്കാണ്. ഈ വണ്ടിയുടെ ഒഫൻഡർ എന്നുള്ള പേരിട്ടത് ഈ ചേട്ടനാണ്, നോക്കൂ. അപ്പോൾ ഇവർ കണ്ണൂരിൽ നിന്ന് കുറേ പേര് വന്നിട്ടുണ്ട് കേട്ടോ. ഇവർ ട്രെയിനിനാണ് വന്നത്. അപ്പോൾ എന്തായാലും അവരുടെ പുതിയൊരു തുടക്കമാണ്. അലൻ ബ്രോ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവർ ഇവിടെ നിന്ന് ഒരു പുതിയ BS6 ചേസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലേ ലാൻഡ് ബുക്ക് ചെയ്തിട്ടില്ലേ? അതെ, ഇനി പുതിയ വണ്ടി വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടി കൊടുത്തു വിടുക. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക് കേട്ടോ. അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് വന്നു. നല്ല അടിപൊളി പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തു. നല്ല അടിപൊളി ലുക്കായിട്ട് തന്നെയാണ് ഈ വണ്ടി നിലനിർത്തിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു BMR ആണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എറണാകുളത്ത് എപ്പോൾ വന്നാലും ഞാൻ ഈ വണ്ടി പോയി കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് ഇട്ടിട്ടുള്ളത്. എന്തായാലും നല്ല രസമായിട്ട് തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായി. അപ്പം അങ്ങനെ അവർ ആ വണ്ടി അലൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ എന്തായാലും അലൻ കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു വണ്ടി പുതിയത് ഇറക്കണമെന്നുള്ളത്. അപ്പം അങ്ങനെ BS6 ഒരെണ്ണം ബുക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി പുതിയ കഥകൾ, പുതിയ കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ അല്ല ഞാൻ പരിചയപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇതേപോലെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അന്നൊരു BMR ആയിട്ടാണ് അലൻ വന്നത്. BMRന് ശേഷം ഒരു Z1 എടുത്തു, വീണ്ടും ഒരു BMR എടുത്തു. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഈ ഒരു വണ്ടിയാണ് നല്ല ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് ബൂമ്പയ്ക്ക്. അതിനുശേഷം ഈ ഫോണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഈ ഒരു വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നല്ല ലുക്കായിട്ട് തന്നെ ഈ വണ്ടി നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഇനി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ എന്താ പറയുക വീഡിയോകളിൽ ഫസ്റ്റാണ്. മേടിക്കുന്ന വീഡിയോകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും കൊടുക്കുന്ന വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്തത് കേട്ടോ. ഞാനാ 1-ാം പാപ്പാനും 2-ാം പാപ്പാനും ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഈ വണ്ടി ഓൾഡ് പാപ്പാനും ഉണ്ട്. ഇത് നമ്മുടെ ട്രാവലറിൻ്റെ ചേട്ടൻ. അവരെ ചെക്കൻ പോവാണ്. എന്താ പറയാ ഞങ്ങളിത് ഓടിച്ച് നല്ല രീതിക്ക് കൊണ്ടുവരുന്നുണ്ടാണ്. എന്നതുപോലെ ഇതിനൊക്കെ തന്നെ അവരും കൊണ്ടുപോയി നല്ല രീതിക്ക് അവരും രക്ഷപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥന. അത് നമ്മുടെ അതിപ്പോ അവിടെ കണ്ടാലും ഞങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവും. പേര് മാറിയിട്ട് കഴിഞ്ഞാലും ആണെങ്കിൽ തന്നെ അവരുടെ സന്തോഷം അത്രേ ഉള്ളൂ. കണ്ടോ അലൻ്റെ അപ്പച്ചൻ ഡ്രൈവർ ഏട്ടന്മാർ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എന്തൊക്കെയാണ് വണ്ടിയുടെ കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ വണ്ടിയുടെ സ്വിച്ചുകളൊക്കെ. അപ്പോൾ എന്തായാലും വണ്ടിയുടെ സെയിലിംഗ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. താക്കോലൊക്കെ കൈമാറി. എന്തായാലും വണ്ടി നേരെ ഇനി കണ്ണൂർക്കാണ് കേട്ടോ. എന്തായാലും ഇനി ലൈനിൽ കാണാം. ചേട്ടനൊക്കെ കേൾക്കണമല്ലോ. എല്ലാവരും ഒരു സാഡാണ്, നോ പ്രോബ്ലം. പുതിയ വണ്ടി വരുമല്ലോ. ഒരു സൈഡിൽ സന്തോഷം. അപ്പോൾ അവർ പുതിയ ഒരു വണ്ടി അവർ സ്വന്തമാക്കിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചേട്ടനോട് ഉണ്ട്. ചേട്ടൻ 2 പ്രാവശ്യം അല്ലേ 2 പ്രാവശ്യം ചേട്ടൻ്റെ കയ്യിലെത്തിയ വണ്ടിയാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് പോയി വേറൊരു രാജ്യത്ത്, വേറൊരു സ്ഥലത്ത്, വേറൊരു രാജാവായിട്ട് ജീവിക്കും. വേറൊരു പേരിൽ. അതെ, പക്ഷേ നമ്പർ പറഞ്ഞേ KL67 ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്പർ. അതാണ് ഏറ്റവും കൂടുതൽ തന്നെ ലോങ് കൊണ്ടുപോയിട്ടുള്ള വണ്ടിയാണ് ഒറ്റയ്ക്ക്. ഇതുവരെ ഒരു ചതിയില്ലാതെ ഒരു കുഞ്ഞു കൊച്ചിനെ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന വണ്ടിയാണ്. ഇനി അവർക്ക് അതിനേക്കാൾ നന്നായിട്ടത് സഹായിക്കട്ടെ. അല്ല അവർ ഇഷ്ടപ്പെട്ട് വന്നല്ലേ വണ്ടി, ഒരുപാട് കഷ്ടപ്പെട്ട് പാവങ്ങൾ എടുക്കുന്ന വണ്ടിയാണ്. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാം നന്നായി വരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും. വണ്ടി നല്ല പവറാട്ടോ ഇന്ന്.
എന്താ പറയാ അല്ല നേരത്തെ പറയാനേ കൊടുക്കാൻ നേരമായപ്പോ നല്ല ഭംഗിന്ന് വണ്ടി. അതങ്ങനെയാണല്ലോ, അസ്തമയ സൂര്യനെ ഭംഗി കൂടുന്നു അതേപോലെ നമ്മുടെ വണ്ടി റിപ്പയറായപ്പോഴത്തേനും. പുതിയ ചെക്കൻ വരൂലേ നമുക്ക്, വരട്ടെ, ഹാപ്പി ആവട്ടാണ്. അതെ, സെറ്റാക്കി നമ്മൾ നമുക്ക് വിഷമങ്ങൾ വേണ്ട, ഓൺലി ഹാപ്പിനെസ്. കാരണം വിഷമങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടെടുക്കുന്ന ഒരു മുതല് പോകുന്നൊരു വിഷമം. പക്ഷേ നമുക്ക് അതിനൊരു മുതല് ദൈവം വരാൻ പോവല്ലേ, നീ നാളുകൾ മാത്രല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തായി പോവാണ്, പുതിയ ചെക്കൻ വരല്ലേ, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അടുത്ത പേര് കണ്ടെത്തിയാ ഒഫൻഡർ പോലെ ഈ പേര് തന്നെ ഇടോ? ഇറക്കാൻ പോണം അല്ലേ, പുതിയ ആൾക്ക് പുതിയ പേര്, അത്രേ ഉള്ളൂ. പവർ വരട്ടെ. അപ്പച്ചനായിട്ട് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ചെറുക്കൻ പോവാണ് കേട്ടോ. എന്തായാലും വണ്ണപ്പുറത്തുനിന്ന് ചെക്കനിനി കണ്ണൂരിലേക്ക്. എന്താ പറയുക, ഡ്രൈവറേട്ടന്മാരൊക്കെ ഇമോഷണൽ. എന്തായാലും ഹാപ്പി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓസ്ലർ ട്രാവൽസാണ് കണ്ണൂർ കൂത്തുറമ്പ്. ഓക്കെ, അലൻ്റെ കൂട്ടുകാരൻ ചേട്ടനാട്ടാ, അപ്പൻ്റെ കൂട്ടുകാരാണ്, മോൻ്റെ കൂട്ടുകാരൻ. വണ്ടി പോയി ചെറുക്കൻ്റെ കൊടുത്തു. പുതിയ ചേസ് എടുക്കാൻ ഏത് പ്രത്യേകത ഉണ്ട്. ആ, ശിവചേട്ടന്റെ കൂട്ടുകാരനാ, ശിവചേട്ടന്റെ മോനും കൂട്ടുകാരാണ്. അത് പ്രത്യേക വണ്ടി ഭ്രാന്തന്മാരാണ്. അതെ, രാവിലെ ആളിവിടെ വന്നിട്ട് പറഞ്ഞോളൂ. അടിപൊളി, അടുത്ത വണ്ടി വരണം, അത്രേ ഉള്ളൂ. ഞാൻ പറയായിരുന്നു വിഷമങ്ങളില്ല, അമ്മ ഹാപ്പി, പോവും വരും, അത്രേ ഉള്ളൂ. അതാണ് ചേട്ടൻ പോസിറ്റീവ് വൈബ് ഉണ്ട്. എന്താ പറയാനുള്ള, എന്താ പറയാനുള്ളതൊന്നുമില്ല, ഒന്നും പറയാനില്ല. പോയപ്പോ ചന്തം കൂടിയെന്നാണല്ലോ പറഞ്ഞേ. 4 മണിക്കൂർ വേണ്ടത് 1 മണിക്കൂർ. അപ്പൊ എന്തായാലും ഇനി പുതിയ വണ്ടിയും കൊണ്ട് തന്നെ വീഡിയോ ആയിരിക്കും നമ്മൾ അടുത്ത് ഇടാൻ പോണ അല്ലേ. ചേസ് ചേട്ടാ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വിഷമ പരിപാടി ഇല്ല നമുക്ക്, ഹാപ്പി. പഴയതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അതിലേക്ക് പോവാണ്, അതാണ് പവർ. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ആടണം പാടണം അല്ലേ. പവർ വരൂലപ്പാ, നിങ്ങൾ ഒരു 3, 4, 5, 6, 7 ദിവസം വെയിറ്റ് ചെയ്തോ അല്ലേ, അവർ വരും. ചേട്ടാ ചിരിയാൻ വരട്ടെ. അതാ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച് വന്ന ആളല്ല ഞാൻ. അപ്പോൾ എന്താ പറയുക, ഈ വണ്ടീനോടൊരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അലനോട് എന്താ പറയുക, 2 വർഷം മുന്നേ അലനെ പരിചയപ്പെട്ടു. അന്നും അലൻ്റെ കൂടെ ഒരു വണ്ടിയുണ്ട്, ഇന്നൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുത്തുവിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അല്ലേ, അവരുടെ പുതിയ സംരംഭം വിജയിക്കട്ടെ, അതാണ് നമ്മുടെ സന്തോഷം. ഏതുകൊണ്ട് അതാണ്. അപ്പോൾ അവർ നല്ല എല്ലാവരും പിള്ളേർ സെറ്റ് കേട്ടോ, അടിപൊളിയായിട്ട് എന്തായാലും വണ്ടി നോക്കും. കണ്ണൂർ വണ്ടികളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ചെക്കൻ പോയി ഇതേപോലെ ലൈനിലേക്ക് കാണുമ്പോൾ പവർ ആക്കണമെന്ന് ചെക്കന്മാരെ പറഞ്ഞു അല്ലേ, ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ. പേര് മാത്രമേ മാറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന. അടുത്ത വീഡിയോ ഒരു കിടിലൻ ചേസ് ആയിട്ട് നമ്മൾ വരും അല്ലേ. ഇപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരുന്നോ, സർപ്രൈസ് ആക്കിയില്ല ഇത്തവണ. എന്താ പറയാ, നമുക്ക് സെന്റിയിൽ അവസാനിപ്പിക്കുന്ന ഇഷ്ടമല്ല, സർപ്രൈസ് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പറയാണ്. അപ്പൊ അടുത്തൊരു കിടിലൻ ലൈലാൻഡിന്റെ ചേസ് വരും കോട്ടയത്ത് നിന്ന് അല്ലേ. കോട്ടയത്ത് പോകുന്നു, എടുക്കുന്നു, നേരെ പ്രകാശിലേക്ക്. അപ്പൊ അധികം താമസിക്കൂല, ഒരു കിടക്കാച്ചി ബസ് ബൂംബെ എന്ന പേരിൽ ഇതേ പറമ്പിൽ തന്നെ കൊണ്ടുവന്നത്. ഏത് അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തോ, നമ്മുടെ ചോറാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.